ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങളുടെ സ്വരവും സ്തുതിയും നിങ്ങളുടെ കുർബാനയിലുള്ള താല്പര്യത്തോടു കൂടിയുള്ള നിൽപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഹല്ലേലൂയ. മക്കബാരുടെ പുസ്തകത്തില് 2-ാമത്തെ പുസ്തകത്തില് 11-ാം അധ്യായം അതിന്റെ 9-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? അവർ ഏകസ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു, കൃപാലുവായ ദൈവത്തെ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. അതിന്റെ അതൊന്ന് ശ്രദ്ധിച്ച്, അതായത് അവർ ഏകസ്വരത്തിൽ കൃപാലുവായ ദൈവത്തെ സ്തുതിച്ചു, മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഈശോയെ സ്തുതിക്കാനും ആരാധിക്കാനൊക്കെ ആയിട്ട് എവിടെയായിരിക്കും? ശരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നുള്ളത് തമ്പുരാന്റെ മനോധൈര്യം ലഭിക്കുക. അത് കഴിഞ്ഞ ഒരു വാചകം പറയുന്നുണ്ട്, അത് 11-ാമത്തെ അധ്യായത്തിന്റെ 9-ാം വചനമായിട്ടത് 10-ാം വചനത്തിൽ പറയുക, കർത്താവിന്റെ കൃപാ കടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായിട്ട് അവർ മുന്നേറി. ശരിക്കും ഈ ഒരു നമ്മൾ എന്തിനാണ് ഈശോയെ സ്തുതിക്കുന്നതും ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് ആരാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിലുണ്ട്, കർത്താവിന്റെ കൃപാ കടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം. സ്വർഗീയ സഹായകൻ ആരാ? പരിശുദ്ധാത്മാവ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ വന്ന് സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, നമ്മൾ കണ്ടു പിതാവായ ദൈവത്തെ പറ്റി കണ്ടു, പുത്രനായ ഈശോയെ പറ്റി കണ്ടു, പരിശുദ്ധാത്മാവിനെ പറ്റി കണ്ടു. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ കൃപാകടാക്ഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ സഹായകനായ ഈ പരിശുദ്ധാത്മാവിനെയാണ്. ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നുള്ളത് ഈ പരിശുദ്ധാത്മാവാണ്. ശരിക്കും നമ്മളൊക്കെ ഇതിലൂടെ ആയിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ കേരളത്തിലായിരുന്നു, ഇന്ന് ഞാനിവിടെ വന്നു, നമ്മളൊക്കെ പല വഴിയിലൂടെ ആയിരുന്നു. പക്ഷെ ഈശോ നമ്മളെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. നമ്മളെ കൂട്ടിക്കൊണ്ട് വന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, പരിശുദ്ധാത്മാവാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത്. കാരണം നമ്മൾ എന്ത്, ഏത് വഴിയെ എങ്ങനെ പോകണം, എന്നാല്ലാം ചെയ്യണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും ഞാൻ വിചാരിക്കുന്ന ഒരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ സാധാരണ ഇങ്ങനെ ഉച്ചയ്ക്ക് അധികം കിടന്ന് ഉറങ്ങുന്ന ശീലമില്ല. അപ്പം അതിന്റെ തലേദിവസം ഞാനിങ്ങനെ എവിടെ യാത്രയൊക്കെ പോയി ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഉച്ച കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് മയങ്ങാവല്ലോ നോർത്ത് കയറി പോയി കിടന്നു. ഒരു 10-20 മിനിറ്റേ കിടന്നുള്ളൂ. ഉറങ്ങിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പം സ്വപ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം കണ്ട് ഞാൻ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേനും ഈ സ്വപ്നം ഇതായിരുന്നു, ഒരാള് ഒരു കൊച്ചിനെ എൻ്റെ കൈ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ തരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് നോക്കി കഴിയുമ്പോൾ ഈ കൊച്ചിന് ജീവനില്ല, ഈ കൊച്ചു മരിച്ചിരിക്കുക. അപ്പൊ എനിക്ക് ആകപ്പാടെ ഭയങ്കര പേടിയായി. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇനി ആ കൊച്ചിനെ അവരുടെ എങ്ങനെ തിരിച്ചു കൊടുക്കും? കാരണം അവരെ എൻ്റെ കയ്യിൽ കൊച്ചിനെ തന്നു, പ്രാർത്ഥിക്കാനായിട്ട് തന്നു. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ആ കൊച്ചിൻ്റെ കൈ മരിച്ചിരിക്കുകയാണ്. ഇതെനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം ഈ ഒരു സ്വപ്നം കണ്ടിട്ട് ഞാൻ ആകപ്പാടെ ഭയങ്കരമായിട്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് 3 മണിക്ക് കണ്ടകൊന്നയുടെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പള്ളിയിൽ പോയിരുന്നു. ഇതെന്താ ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനിങ്ങനെ പള്ളിയിൽ പോയിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതെന്താണോ ഈ സ്വപ്നം? കാരണം അത്രയും നല്ല സ്വപ്നമൊന്നും അല്ലല്ലോ. അപ്പം പിറ്റേ ദിവസം ഞായറാഴ്ച. അപ്പൊ ഞായറാഴ്ച ഞാനൊരു പള്ളിയിൽ പെരുന്നാൾ കുർബാനയ്ക്ക് പോയായിരുന്നു. അപ്പൊ പെരുന്നാൾ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അച്ഛൻ എന്നെ വിളിച്ചു, അച്ഛാ എന്റെ പള്ളിയിൽ പെരുന്നാളാ, അച്ഛൻ ഉച്ചയാകുമ്പോൾ എന്ന് പറയണം, പ്രദർശനം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പോയ പള്ളിയിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്, പ്രദർശനത്തിന് കൂടേണ്ടത്. അപ്പൊ ഞാൻ അവിടെ പ്രദർശനത്തിന് വേറൊരു അച്ഛനുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഈ വിളിച്ച അച്ഛൻ എന്നെ വിളിച്ചത് കാരണം ഞാൻ അച്ഛന്റെ പള്ളിയിൽ ഈ പ്രദർശനത്തിനായിട്ട് ഭക്ഷണത്തിനായിട്ട് പോവുക. ചെന്ന് കഴിഞ്ഞപ്പം കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രദർശനത്തിന് ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഞാനും ഈ അച്ഛന്മാരുടെ കൂട്ടത്തിൽ പ്രദർശനത്തിന് പോകാമെന്നോർത്ത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛൻ കുറച്ചു നേരമായിട്ട് അവിടെ ഒരു ഡീക്കൻ, ഇങ്ങനെ പെരുന്നാൾ നിങ്ങൾ പോയിട്ടുണ്ടോ? പെരുന്നാൾ കണ്ടിട്ടില്ല. അപ്പൊ ഒരു അടിമ വെക്കാൻ എന്ന് പറഞ്ഞ് ഒരു ഡീക്കനോട് നിൽക്കുക, അല്ലെ അച്ഛന്മാർ ആരെങ്കിലും നിൽക്കും പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അടിമ വെക്കാനായിട്ട് ഒരു ഡീക്കൻ നിൽപ്പുണ്ട്. കുറച്ചു നേരമായി ഡീക്കൻ നിൽക്കുന്നു. അപ്പൊ ഡീക്കനെ ഒന്ന് ചോറുണ്ണാൻ വിടാവോ? അച്ഛൻ അവിടെ വരെ പോയി ഒരു 5 മിനിറ്റ് അടിമ വെക്കാൻ നിൽക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിൽക്കാൻ അച്ഛൻ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ അടിമ വെക്കാനായിട്ട് നിന്നു. അപ്പൊ പ്രദർശനമായത് കാരണം അവിടുന്ന് രൂപങ്ങളൊക്കെ എടുത്തുകൊണ്ട് പ്രദർശനത്തിന് കൊണ്ടുപോയി. അപ്പൊ ആരും അങ്ങോട്ട് വരുന്നില്ല. പെട്ടെന്ന് 2 ചേച്ചിമാരും ഒരു കൊച്ചും കൂടെ അടിമ വെക്കാനായിട്ട് വന്നു. അപ്പൊ അടിമ വെക്കാനായിട്ട് വന്നു. ആദ്യത്തെ ചേച്ചി വന്ന് കൊച്ചിനെ അടിമ വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, വിട്ടു. അപ്പൊ 2ാമത്തെ ചേച്ചി വന്നു. ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ കൊച്ചിന് വേണ്ടി അടിമ വെക്കാനാ വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കൊച്ചു എവിടെയാ? ചേച്ചി എന്നോട് പറഞ്ഞു, കൊച്ചു മരിച്ചുപോയി. അപ്പൊ എനിക്ക് അവിടെ ടെൻഷൻ, എന്നാ പറ്റിയത്? ഞാനിങ്ങനെ ചോദിച്ചു. എന്നോട് പറഞ്ഞു, അച്ഛാ 7-8 വർഷം കൂടിയാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പുറത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുഞ്ഞുണ്ടായപ്പം, കുഞ്ഞ് ഉദരത്തിലുണ്ടായിരുന്നപ്പം തൊട്ട് ഞാൻ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു.
വീട്ടിലായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 2 ആഴ്ച മുമ്പായിരുന്നു എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു അത്രയും സമയം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. കുഞ്ഞ് മരിച്ചാ വന്നേന്ന് പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ ഭയങ്കര സങ്കടമായി പോയി. കാരണം തലേ ദിവസം ഞാൻ കുറച്ച് സമയം 10-20 മിനിറ്റ് ഉറങ്ങിയപ്പോൾ കണ്ട ഒരു സ്വപ്നം, ഒരു കൊച്ചിനെ എൻ്റെ കൈ കൊണ്ടു തരുന്നു. ആ കൊച്ചിന് ജീവനില്ല. ശരിക്കും ഞാൻ ഓർത്തു, ഞാൻ ഒരു തരത്തിലും അവിടെ ആ പള്ളിയിൽ ആ സമയത്ത് എത്തേണ്ടതല്ല. ആ 5 മിനിറ്റ് സമയം ഞാൻ അവിടെ അടിമ വെക്കാനായിട്ട് നിന്നുള്ളൂ. വേറെ അധികം ആൾക്കാരൊന്നും എൻ്റെ അടുത്തേക്ക് വന്നില്ല. പക്ഷേ ഈ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്ന് തമ്പുരാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. കാരണം നമ്മളൊക്കെ ഇവിടെ ആകണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചിട്ടല്ലാതെ ഒരിക്കലും നമുക്ക് ഇവിടെ വരാനായിട്ട് പറ്റില്ല. കാരണം തമ്പുരാൻ നമ്മുടെ കൈക്ക് പിടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കണം. ശരിക്കും ഇത് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഈ പരിശുദ്ധാത്മാവിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കണം, നമ്മൾ ഏതെല്ലാം വഴിക്ക് പോകണം, ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ തിരിച്ചു വരണം, ഏതെല്ലാം വഴിയിൽ പോകുന്ന വഴിയിൽ ആരെയൊക്കെ കണ്ടുമുട്ടണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. കാരണം നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയും ആഗ്രഹിക്കേണ്ട. കാരണം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മളിപ്പോ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ, പങ്ക് എടുക്കുക. ശരിക്കും പങ്കെടുക്കുക എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? പങ്കെടുക്കുക എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? എന്റെ വകപ്പ് ഇവിടെ കുറെ സാധനം വെച്ചിട്ടുണ്ട്. ഒരു എന്താ ചോക്ലേറ്റ് മുട്ടായി ഒന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലെ? കൊന്ത വെക്കാം. നമ്മുടെ ഓഹരി നമ്മൾ എടുക്കുക. ശരിക്കും ഇതാ, അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മുടെ ഓഹരി നമ്മൾ എടുക്കുക. ശരിക്കും വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കേണ്ട ഓഹരി എന്താ? പരിശുദ്ധാത്മാവ്. വേറെ ഒരു ഓഹരിയല്ല നമുക്ക് സ്വന്തമാക്കാനുള്ളത്. അതായത് വിശുദ്ധ കുർബാനയിൽ ഞാൻ വെറും കൈയോടെ നിന്നേക്കരുത്. കാരണം എനിക്ക് ഈ ഓഹരി സ്വന്തമാക്കണം. ഇന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, അതായത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് ഞാൻ കാണുന്നുവോ അവനാണ് ദൈവപുത്രൻ. ശരിക്കും ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് സംഭവിക്കുന്ന കാര്യം ഇതാ, ഇതിവിടെ സ്വർഗം തുറക്കുകയാണ്. അതായത് ആ പിതാവായ ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരികയാണ്. ശരിക്കും പരിശുദ്ധാത്മാവിനെ എനിക്ക് കുറച്ചാ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും അറിയാവോ? ഞാൻ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കുറച്ച് ആഗ്രഹിച്ചുള്ളൂ എന്ന് അതിന്റെ അർത്ഥം. കാരണം ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് ഒത്തിരി കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 3:34 പറയുന്ന ഒരു വചനമുണ്ട്, അവൻ ആത്മാവിനെ നൽകുന്നത് അളന്നല്ല. അളന്നല്ല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? ഞാൻ ആഗ്രഹിക്കുന്നോടത്തോളൂ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് പോകുക. ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കാൻ വരുമ്പോ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചാൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്റെ 2 കൈ നിറയെ കിട്ടും പരിശുദ്ധാത്മാവ്. ഇങ്ങനെ പിടിച്ചാൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഇത്രയും പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ. ഞാനൊരു വലിയ കൊട്ടയായിട്ട് വരുന്നതെന്ന് ഓർത്തു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട്. അത്രമാത്രം അനുഗ്രഹമായിരിക്കും എന്റെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വേറെ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കേണ്ട, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചാൽ മതി. ഈ പരിശുദ്ധാത്മാവിന് അറിയാം നമ്മൾക്ക് എന്താണ് ആവശ്യം, നമ്മൾ ഏത് വഴിയാണ് പോകേണ്ടത്, നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഓർത്തു, ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ ആയിരിക്കും. കാരണം ആ ഒരു ആശീർവാദത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ കൃപ ആ ചേച്ചിയുടെ ജീവിതത്തിലേക്ക്, അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹമാകാം, അല്ലെങ്കിൽ ആ വിഷമം ആ ചേച്ചിയുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു കൃപയായിട്ടായിരിക്കാം. പല രീതിയിൽ ഈ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ചൊരിയപ്പെടും. അതായത് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഈ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, ഈ പരിശുദ്ധാത്മാവിനെ പങ്കുവെക്കണം. ഇത് രണ്ടും നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമുക്ക് ഈ പരിശുദ്ധാത്മാവ് വേണ്ടി ശരിക്കും ആഗ്രഹിക്കാം. ഇതിന്റെ പേര് മുഴുവൻ ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:16 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സഹായകനായിരിക്കുകയും ചെയ്യും. ശരിക്കും ഈ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന ഇതാ, അതായത് ഈശോ ഇവിടെ നിന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുക, അതായത് പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കും, നമ്മുടെ അടുത്തല്ല. ശരിക്കും പരിശുദ്ധാത്മാവ് നിറയുന്നതെന്ന് പറഞ്ഞാൽ എന്നിലിങ്ങനെ നിറയുക, അതായത് ഈ എന്നിലിങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ. ഈ ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം, ഒത്തിരി ദാഹിക്കാം. ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം.